എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. എ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ ഇന്റർ ഡൈനിങ്? മിശ്രഭോജനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത്. A. The women of South Travancore protested for dress code. B. It was led by Ayya Vaikundu Swamigal. C. The interdining protest was held on May 29, 1917 in Cherai, Ernakulam district. D. The interdining protest was led by സഹോദരൻ അയ്യപ്പൻ. അതായത് മിശ്രഭോജനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് കേട്ടോ ചോദിക്കുന്നത്. നിങ്ങൾ പഠിച്ചതല്ലേ, ഇപ്പം ഇതിൽ ഏതാണ് ശരി? രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ശരി. ഏതൊക്കെയാണ്? സിയും ഡിയും. The interdining protest was held on May 21st, 1917 in Cherai, Ernakulam district. ഇത് ശരിയാണ്. The മിശ്രഭോജനം protest was led by സഹോദരൻ അയ്യപ്പൻ. ഇതും ശരിയാണ്. Activity 2. A. How many types of families can be classified on the basis of income availability? വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫാമിലി നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണ്? ഹൈ ഇൻകം ഫാമിലീസ്, മോഡറേറ്റ് ഇൻകം ഫാമിലീസ്, ലോ ഇൻകം ഫാമിലീസ്. അതിലെ ബി ക്വസ്റ്റ്യനാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇൻകം ഈസ് കറക്റ്റ്? താഴെ ഇൻകവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. എ. ഓൾ ജോബ്സ് ഏൺ ദ സെയിം ഇൻകം. ബി. ഡിഫറൻസസ് ഇൻ സോഴ്സസ് ഓഫ് ഇൻകം അഫക്ട് ഫാമിലി ഇൻകം. സി. ബാങ്ക് ഡെപ്പോസിറ്റ്സ് കനോട്ട് ബി കൺസിഡർഡ് ആസ് ഇൻകം. ഡി. ഹൈ ഇൻകം ഫാമിലീസ് ക്യാൻ മീറ്റ് മോർ നീഡ്സ്. ഇൻകവുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ബിയും ഡിയും. എന്താണ്? ഡിഫറൻസസ് ഇൻ സോഴ്സസ് ഓഫ് ഇൻകം അഫക്ട് ഫാമിലി ഇൻകം. ഹൈ ഇൻകം ഫാമിലീസ് ക്യാൻ മീറ്റ് മോർ നീഡ്സ്. ആക്ടിവിറ്റി 3. എ ക്വസ്റ്റ്യൻ: ദ പ്ലാനറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. കംപ്ലീറ്റ് ദ ചാർട്ട് ബൈ ഫില്ലിംഗ് ഇൻ ദ മിസ്സിംഗ് ഇൻഫർമേഷൻ. അതായത് എത്ര പ്ലാനറ്റ്സ് ഉണ്ട്? 8 ഉണ്ടല്ലേ, നമ്മൾ പഠിച്ചതല്ലേ. 8 കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ ആ ഓർഡറിൽ ചിലതൊക്കെ മിസ്സിംഗ് ആണല്ലേ. സണ്ണ് കഴിഞ്ഞ പിന്നെ ആദ്യത്തെ പ്ലാനറ്റ് ഏതാ? മെർക്കുറി അല്ലേ. രണ്ടാമത്തത് വീനസ്. മൂന്നാമത്തേത് ഇവിടെ മിസ്സിംഗ് ആണ്, അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. പിന്നെ മാഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളത് മിസ്സിംഗ് ആണ്, അത് ഫില്ല് ചെയ്യണം. പിന്നെ സാറ്റേൺ ഉണ്ട്, സാറ്റേൺ കഴിഞ്ഞിട്ടുള്ളത് മിസ്സിംഗ് ആണ്, അത് ഫില്ല് ചെയ്യണം. അവസാനത്തെ ഏതാ? നെപ്റ്റ്യൂൺ. അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഉത്തരം എഴുതണം. അപ്പോൾ ആൻസർ എന്താണ്? എ എന്താണ്? എർത്ത്. ബിയോ ജൂപ്പിറ്റർ. സിയോ യുറാനസ്. ഇതിലെ ബി ക്വസ്റ്റ്യൻ: ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. എ. വിച്ച് സ്റ്റാർ ഈസ് ദ ക്ലോസസ്റ്റ് ടു എർത്ത്? ഭൂമിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന നക്ഷത്രം ഏതാണ്? ബി. വൈ ഡു സ്റ്റാർസ് അപ്പിയർ സ്മോൾ? നക്ഷത്രങ്ങൾ ചെറുതായി കാണുന്നത് എന്തുകൊണ്ട്? സി. വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ്? ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ഡി. വാട്ട് ഈസ് എ ഗാലക്സി? ഇനി ഉത്തരം നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ഉത്തരം എന്താ? എയുടെ ഉത്തരം എന്താ? വിച്ച് സ്റ്റാർ ഈസ് ദ ക്ലോസസ്റ്റ് ടു എർത്ത്? ഏതാണ്? ദ സൺ. ബിയുടെ ഉത്തരം എന്താ? വൈ ഡു സ്റ്റാർസ് അപ്പിയർ സ്മോൾ? ബിക്കോസ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് വെരി ഫാർ ഫ്രം എർത്ത്. നമുക്ക് നക്ഷത്രങ്ങൾ ചെറുതായി കാണാനുള്ള കാരണം എന്താ? അത് വളരെ അകലെയായത് കാരണമാണ് നമുക്കത് വളരെ ചെറുതായിട്ട് കാണുന്നത്. സി ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ്? ചൂട് കൂടിയ ഗ്രഹം. സിമ്പിൾ, വീനസ്. ഡി. വാട്ട് ഈസ് എ ഗാലക്സി? എന്താണ് ഗാലക്സി? ഗാലക്സീസ് ആർ സ്റ്റാർ ക്ലസ്റ്റേഴ്സ് കണ്ടെയ്നിങ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. അതായത് ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താ? കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള ഒരു നക്ഷത്ര കൂട്ടമാണല്ലേ. ആക്ടിവിറ്റി 4. ലുക്ക് അറ്റ് ദ ഐഡന്റിറ്റി കാർഡ് പ്രിപ്പയർഡ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വീനസ്. പ്രിപ്പയർ ആൻ ഐഡന്റിറ്റി കാർഡ് ഓഫ് എർത്ത് ലൈക്ക് ദിസ്. വീനസിന്റെ സവിശേഷതകളൊക്കെ വെച്ചൊരു ഐഡന്റിറ്റി കാർഡാണ്. ആ സവിശേഷതകൾ വേണമെങ്കിൽ ഞാൻ വായിക്കാം. ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്, ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ്, നോ സാറ്റലൈറ്റ്സ്. ഇതാണ് വീനസിന്റെ സവിശേഷതകൾ. ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? എർത്തിന്റെ ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കണം. അത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബ്ലൂ കളർ വെൻ വ്യൂഡ് ഫ്രം സ്പേസ്. ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഈസ് ജിയോയിഡ്. ദ ഓൺലി പ്ലാനറ്റ് വിത്ത് ലൈഫ്. ദ മൂൺ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. ഇതിലെ തന്നെ ബി ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാർസ്? നക്ഷത്രങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്റ്റാർസ് ആർ ലൊക്കേറ്റഡ് വെരി ഫാർ ഫ്രം എർത്ത്. Therefore, stars can only be seen in small detail. Stars are huge celestial bodies that burn themselves. Stars emit large amount of heat and light. Galaxies are clusters of stars that contain billions of stars. Activity 5. A.
Write the answers to the questions given below. A. Which movement of the earth causes the seasons? അതായത് ഈ കാലാവസ്ഥകൾ അല്ലെങ്കിൽ ഋതുക്കൾ ഇവ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഭൂമിയുടെ ഒരു ചലനത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താ ആൻസർ? റവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം. ഇത് കാരണമാണ് സീസൺസ് ഉണ്ടാകുന്നത്. ബി. വിച്ച് മൂവ്മെന്റ് ഓഫ് ദ എർത്ത് കോസസ് ഡേ ആൻഡ് നൈറ്റ്? രാവും പകലും ഉണ്ടാകുന്ന ഭൂമിയുടെ ഒരു ചലനം ഏതാണ്? റൊട്ടേഷൻ അല്ലേ? അതിനെ മലയാളത്തിൽ ഭ്രമണം എന്ന് പറയും. സി. വാട്ട് ഈസ് വെദർ? Weather is the atmospheric conditions at a specific time in an area. Question. By what name are the peoples living in the polar regions are known? പോളാർ മേഖലകളിലൊക്കെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പറയുന്ന പേരെന്താ? ഇന്യൂട്ടുകൾ. ഇവർക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, എസ്കിമോകൾ. ഈ രണ്ട് പേര് നിങ്ങൾ പഠിച്ചോട്ടോ. ഈ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡേയ്സ് ഡസ് ഇറ്റ് ടേക്ക് ദ എർത്ത് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ? ഭൂമിക്ക് സൂര്യനെ ഒരു വട്ടം ചുറ്റാൻ എത്ര ദിവസമാണ് വേണ്ടത്? 365 ദിവസം. കേട്ടോ. ആക്ടിവിറ്റി 6. എ. വിച്ച് മിഷൻ ഓഫ് ദ കേരള ഗവൺമെന്റ് ഡസ് ദിസ് ലോഗോ ബിലോങ് ടു? കേരള ഗവൺമെന്റിന്റെ ഏത് മിഷനുമായി ബന്ധപ്പെട്ടതാണ് ഈ ലോഗോ? ഓപ്ഷൻസ് ഉണ്ട്. എ. ഗ്രീൻ കേരള, ബി. റീബിൽഡ് കേരള, സി. ആർദ്രം, ഡി. ലൈഫ് മിഷൻ. ആ ബിൽഡിങ്ങിന്റെ ഒക്കെ ചിത്രം കണ്ടാൽ തന്നെ അറിയാലേ എന്താണ് ഉത്തരം? ലൈഫ് മിഷൻ. ബി. അനലൈസ് ദ ടോപ്പോഗ്രാഫിക് മാപ്പ് ഓഫ് കേരള ആൻഡ് ഫൈൻഡ് ദ ഫോളോവിംഗ് ഇൻഫർമേഷൻ. കേരളത്തിന്റെ ഭൂപടം നിരീക്ഷിച്ച് താഴെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ. വിച്ച് ടു നൈബറിംഗ് സ്റ്റേറ്റ്സ് ഷെയർ ദ ബോർഡർ വിത്ത് ദ ഫിസിയോഗ്രഫിക്കൽ റീജിയൻ ഓഫ് കേരള? കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാടു, കർണാടക. ബി. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഇൻ ടേംസ് ഓഫ് ഏരിയ? ആൻസർ കോസ്റ്റൽ റീജിയൻ. നമ്മൾ ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റൽ റീജിയൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും കുറച്ച് വിസ്തൃതി, കുറച്ച് വലിപ്പമുള്ള ഏതാണ്? കുറവുള്ളത് കോസ്റ്റൽ റീജിയൻ ആണ്. സി. വാട്ട് ആർ ദ 3 ഫിസിയോഗ്രഫിക്കൽ കാറ്റഗറീസ് ഓഫ് കേരള? ആൻസർ മിഡ്ലാൻഡ്, ഹൈലാൻഡ്, കോസ്റ്റൽ റീജിയൻ. ഡി. വിച്ച് ഈസ് ദ ഹയസ്റ്റ് ഫിസിയോഗ്രഫിക്കൽ കാറ്റഗറി എബോവ് സീ ലെവൽ? സമുദ്രനിരപ്പിന് ഏറ്റവും ഉയരത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫിസിയോഗ്രഫിക്കൽ കാറ്റഗറി ഏതാണ്? സിമ്പിൾ അല്ലേ? ഹൈലാൻഡ്. ആക്ടിവിറ്റി 7. Find the ones that are suitable for column A from the brackets and write them against column B. ഈ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, കോളം എയിലും കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കോളം എയുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതണം കേട്ടോ. ഒന്നാമത്തെ കോളത്തിന് നമുക്ക് എയും രണ്ടാമത്തെ കോളത്തിന് ബിയും നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എയുമായിട്ട് മാച്ച് ചെയ്യുന്നത് നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് ബിയിൽ എഴുതണം. 1. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. എന്താണ് ആൻസർ? ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതൂ, സുപ്രീം കോർട്ട്. 2. സ്റ്റേറ്റ് സുപ്രീം കോർട്ട്. എന്താണ്? ഹൈക്കോർട്ട്. 3. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ വയലൻസ്. എന്താണ് ഉത്തരം? പോക്സോ ആക്ട്. 4. കമ്പൽസറി എഡ്യൂക്കേഷൻ ഫ്രം 6 to 14 years. എന്താണ് ആൻസർ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. 5. അൺറിട്ടൺ ലോസ്. എന്താണ് അതിന്റെ ഉത്തരം? സോഷ്യൽ കോൺഫ്ലിക്ട്സ്. ആക്ടിവിറ്റി 8 എ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്? കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ എക്സസീവ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് ഇറ്റ്സ് ഡിസ്പോസൽ. ടോക്സിക് ഗ്യാസസ് എമിറ്റഡ് ഫ്രം ഫാക്ടറീസ്. ടോക്സിക് ഗ്യാസസ് എമിറ്റഡ് ഫ്രം വെഹിക്കിൾസ്. അൺസയന്റിഫിക് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ഫാംസ്. എക്സസീവ് സോയിൽ എക്സ്ട്രാക്ഷൻ. ഡിഫോറസ്റ്റേഷൻ. ഇനി ഇതിനൊരു ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ലോഗോ ഗിവൺ ബിലോ റിലേറ്റഡ് ടു? ഈ ലോഗോ എന്തിന്റെയാണ്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടില്ലേ? ഹരിത കേരള മിഷന്റെയാണ് ഈ ലോഗോ. ആക്ടിവിറ്റി 9 എ. ഫിൽ ഇൻ ദ മിസ്സിംഗ് പാർട്ട് ഇൻ ദ സെന്റൻസസ് ഗിവൺ ബിലോ. മിസ്സായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പൂരിപ്പിച്ചിട്ട് എഴുതണം. 1. ക്രോസ് ദ റോഡ് ഓൺലി ത്രൂ. ബാക്കി മിസ്സാണ്, നിങ്ങൾ കണ്ടുപിടിക്കണം. 2. പെഡസ്ട്രിയൻസ് ഷുഡ് വാക്ക് ഓൺ ദ ഡാഷ് സൈഡ് ഓഫ് ദ റോഡ്. നിങ്ങൾ കണ്ടുപിടിക്കണം. 3. ഡു നോട്ട് വാക്ക് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ് മോർ ദാൻ ഡാഷ്. അതും നിങ്ങൾ കണ്ടുപിടിക്കണം. ആൻസർ ഒന്നാമത്തെ എന്താ? ക്രോസ് ദ റോഡ് ഓൺലി ത്രൂ സീബ്ര ക്രോസിംഗ്. രണ്ടാമത്തെയോ? പെഡസ്ട്രിയൻസ് ഷുഡ് വാക്ക് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്. മൂന്നാമത്തെയോ? ഡു നോട്ട് വാക്ക് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ് മോർ ദാൻ 2. ഇതിലെ ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിം ഓഫ് എനി 2 റൂൾസ് ദാറ്റ് മസ്റ്റ് ബി ഫോളോഡ് ഇൻ ഡെയിലി ലൈഫ്. നമ്മളെ സാധാരണ നിത്യജീവിതത്തിലൊക്കെ നമ്മൾ അനുസരിക്കേണ്ട കുറച്ച് നിയമങ്ങളുടെ പേര് നിങ്ങൾ എഴുതണം. അതിൽ 3 എണ്ണത്തിന്റെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. ട്രാഫിക് ലോ, എൻവയോൺമെന്റൽ ലോ, റൈറ്റ് ടു ഇൻഫർമേഷൻ. ആക്ടിവിറ്റി 10 എ.
ഫോളോയിങ് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ യൂഷ്വലി ഹേർഡ്? താഴെ കൊടുത്തിരിക്കുന്ന ന്യൂസ് നമ്മൾ ഏതൊക്കെ സമയത്താണ് കേൾക്കാറുള്ളത്? എ. ദ ഗവൺമെന്റ് അഡ്വൈസ്ഡ് പീപ്പിൾ ഇൻ ഹൈ ഏരിയാസ് ടു സ്റ്റേ എവേ. ബി. സൺബേൺ, വർക്കിംഗ് ഹവേഴ്സ് റിവൈസ്ഡ്. സി. ഹെയിൽ സീസൺ, ക്രോപ്സ് ഡിസ്ട്രോയിഡ്. ഏഴ് ആൻസർ എന്താണ്? ഗവൺമെന്റ് എപ്പോഴാണ് ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് താഴോട്ട് മാറാൻ പറയുന്നത്? മാൺസൂൺ സീസൺ അല്ലെ, മഴക്കാലത്തല്ലേ അങ്ങനെ ചെയ്യാറുള്ളത്. ബിയുടെ ആൻസർ എന്താണ്? സൺബേൺ ഒക്കെ ഏത് സമയത്ത് നമുക്ക് ഉണ്ടാവാറുള്ളത്? ആൻസർ സമ്മർ. സിയുടെ ആൻസർ എന്താണ്? ഈ ആലിപ്പഴമൊക്കെ വീണ് കൃഷിയൊക്കെ നശിക്കുന്നത് എപ്പോഴാണ്? വിന്റർ സീസൺ അല്ലേ. ഇനി ഒരു ബി ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഹു ഡിസ്കവേർഡ് ദാറ്റ് ദ സൺ ഈസ് ദ സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം? സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞത് ആരാണ്? ആൻസർ നിക്കോളസ് കോപ്പർനിക്കസ്. ഇനി ഒരു പ്രവർത്തനം കൂടി ഉണ്ട്. ഇത് ഞാൻ ഇടയ്ക്കൊന്ന് വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തനം അവസാനം കൊടുത്തത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അതിന്റെ ബെനിഫിഷ്യറീസ് എന്തൊക്കെയാണ്? Those who have completed 18 years of age in the rural area. അതിന്റെ ഫീച്ചേഴ്സോ? നോട്ട് ലെസ് ദാൻ 100 days of physical employment. ഇനി അടുത്ത പ്രൊജക്ട് എന്താണ്? ലൈഫ് മിഷൻ. അതിന്റെ ബെനിഫിഷ്യറീസോ? ഓൾ ലാൻഡ്ലെസ് ആൻഡ് ഹോംലെസ് പീപ്പിൾ ഇൻ കേരള ആർ പ്രൊവൈഡഡ് വിത്ത് ഹൗസസ് ആൻഡ് ലാൻഡ്. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പ്രൊവൈഡ് ഹൗസ് ആൻഡ് ലാൻഡ്. ഇനി മൂന്നാമത്തെ പ്രൊജക്ട് ഏതാണ്? വിദ്യാവാഹിനി. അതിന്റെ ബെനിഫിഷ്യറീസ് എന്താണ്? ഫോർ സ്റ്റുഡൻസ് ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. അതിന്റെ ഫീച്ചേഴ്സോ? എൻഷ്യൂറിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഫോർ ചിൽഡ്രൻ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ടു ഗോ ടു സ്കൂൾ. ഇനി നാലാമത്തെ പ്രൊജക്ട് ഏതാണ്? തീരമൈത്രി. അതിന്റെ ബെനിഫിഷ്യറീസോ? ഫിഷർ വുമൻ ആണ് അതിന്റെ ബെനിഫിഷ്യറീസ് അനുഭവിക്കുന്നത് കേട്ടോ. ഇനി അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്? സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഫിഷർ വുമൻ എംപവർമെന്റ്. ഇനി അവസാനത്തെ പ്രൊജക്ട് ഏതാണ്? കൈവല്യ. അതിന്റെ ബെനിഫിഷ്യറീസ് ആരാണ്? കാൻഡിഡേറ്റ്സ് വിത്ത് ഡിസബിലിറ്റീസ്. അതിന്റെ ഫീച്ചേഴ്സോ? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി.